വൃദ്ധനായ അപ്പനോടൊപ്പം വീട്ടുവരാന്തയിലിരിക്കുമ്പോൾ വീട്ടുമുറ്റത്തെ മരക്കൊമ്പിൽ വന്നിരുന്നൊരു കാക്കയെ ചൂണ്ടിക്കാട്ടി അപ്പൻ ചോദിച്ചു, അതെന്താണ്? അവൻ പറഞ്ഞു, അതൊരു കാക്കയാണപ്പാ. അല്പനേരത്തെ ഇടവേളയ്ക്ക് ശേഷം അയാൾ വീണ്ടും അത് ചൂണ്ടിക്കാട്ടി ചോദിച്ചു, അതെന്താണ്? അവൻ പറഞ്ഞതൊരു കാക്കയാണ്. ഏതാനും തവണ അല്പനേരത്തെ ഇടവേളകൾ ഇട്ടുകൊണ്ട് അപ്പൻ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. അത് കാക്കയാണെന്ന് പറഞ്ഞില്ലേ, എത്ര തവണ പറയണം എന്ന് ഈർഷ്യതയോടുകൂടി ചോദിച്ചുകൊണ്ട് അയാൾ അപ്പനെ പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. മുറിയിലെ കട്ടിലിൽ കിടത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപ്പൻ്റെ മേശപ്പുറത്തിരുന്ന പഴയ ഡയറി അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഡയറി ഒന്നെടുത്ത് തുറന്നു വായിക്കുവാൻ തുടങ്ങി. ഒരു പേജിലെത്തിയപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതിലപ്പൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇന്നെൻ്റെ മകന് 3 വയസ്സായി. ഇന്ന് ഞാനും അവനും കൂടി വരാന്തയിലിരിക്കുമ്പോൾ 23 തവണ വീട്ടുമുറ്റത്തെ മരക്കൊമ്പിലിരിക്കുന്ന കാക്കയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതെന്താണ് എന്നവൻ ചോദിച്ചു. 23 തവണയും ഞാൻ പറഞ്ഞു അതൊരു കാക്കയാണെന്ന്. അവൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുക എനിക്കെന്തൊരു സന്തോഷമായിരുന്നെന്നോ. ഞാൻ അത് കാക്കയാണെന്ന് ഓരോ തവണ പറയുമ്പോഴും അവൻ്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി എന്നെ ഒത്തിരി ആനന്ദിപ്പിച്ചു. പ്രിയരെ, പലപ്പോഴും ഇതൊരു യാഥാർത്ഥ്യമാണ്. മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ചെയ്ത തിരിച്ചടക്കാനാവാത്ത കടം മറന്നുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്യുന്ന ചില ചെറിയ കാര്യങ്ങൾ പോലും എണ്ണമിട്ട് പറയുന്ന മക്കളുടെ മനോഭാവം. ഇന്ന് നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ ഒന്ന് ഓർക്കാം. അവർ നമുക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഓർക്കാം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സ്നേഹത്തോടെ അവരെ ഒന്ന് വിളിച്ച് അവരോട് സംസാരിക്കാം. ഒത്തിരി സന്തോഷം അവർക്കുണ്ടാകുമെന്നേ, നമുക്ക് പുണ്യവും. God bless you.